ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ പുതിയ മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്നുള്ള. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ കറി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു ചുവയൊക്കെ കാണും ചട്ടിക്ക്. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മയക്കിയെടുക്കും, അത് സീസൺ ചെയ്തെടുക്കും. അപ്പോൾ എങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ആദ്യം ഞാൻ ചെയ്യുന്നത് ഡിഷ് വാഷ് വെച്ച് നമുക്കിതൊന്ന് സ്ക്രബ് ഉപയോഗിച്ച് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. സാധാരണ പൊടിയും അഴുക്കും എല്ലാം പിടിച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അത് ആദ്യമേ ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചട്ടി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇത് വിറകടുപ്പുണ്ടല്ലോ, വിറകടുപ്പിൽ ഈ ചട്ടി വെച്ച് ചട്ടിക്കകത്ത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് അടുത്ത ചട്ടി കൊണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ആ അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ ചട്ടിക്കകത്ത് ഈ ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വിറകിൻ്റെ പുക കൊണ്ട് അതൊക്കെ ഒന്ന് അടഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ചട്ടി നല്ലതായിട്ട് മയക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരമായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടി ഇത്രയും മതി, ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ അടുത്ത ചട്ടി ഇതുപോലെ വെള്ളം വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പക്ഷേ വേറൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡെന്ന് പറയുന്നത്, നമ്മൾ അതിനിപ്പോൾ രണ്ടാമത്തെ ചട്ടി ഇവിടെ അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചോറ് ഊറ്റിയ ചൂട് കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചട്ടി രണ്ടും നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മെത്തേഡെന്ന് പറയുന്നത്, ഈ രണ്ട് ചട്ടിയിലേക്കും കുറേശ്ശെയായിട്ട് തേങ്ങ ചിരകിയതുണ്ടല്ലോ, തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങാപ്പീര കൊണ്ട് ഈ ചട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പം ആ തേങ്ങയിലെ ആ എണ്ണമയം ഉണ്ടല്ലോ, എണ്ണമയമൊക്കെ ഈ ചട്ടിയിൽ പിടിക്കും കേട്ടോ. അങ്ങനെ ചട്ടിയൊന്ന് നന്നായിട്ട് മയങ്ങിക്കിട്ടും. തേങ്ങ കൊണ്ട് ചട്ടി മൊത്തം നന്നായിട്ട് അതിൻ്റെ പുറകുഭാഗം എല്ലാം ഒന്ന് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോഴത്തേക്ക് ചട്ടിയുടെ ആ കളർ തന്നെ മാറിയത് കണ്ടോ. ഇങ്ങനെയും നമുക്ക് എടുക്കാം. ഇപ്പോൾ കുറച്ച് അഴുക്കൊക്കെ ഉള്ള കറുത്ത നിറമൊക്കെ ഉള്ളത് ആ തേങ്ങയിൽ അങ്ങ് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി വൃത്തിയായി കിട്ടും. അപ്പോൾ നമുക്കിനി ഈ ചട്ടി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ചട്ടി ഇതുപോലെ തേങ്ങാപ്പീര കൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ചെടുക്കുമ്പോഴത്തേക്ക് ചട്ടിയെല്ലാം നന്നായി മയങ്ങിക്കിട്ടും. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം മാറ്റിയതിന് ശേഷം തേങ്ങാപ്പീരയെല്ലാം മാറ്റി ചട്ടി വൃത്തിയാക്കി ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും അകത്തും പുറത്തും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കുക ചട്ടി കേട്ടോ. എണ്ണ തേച്ച് വെച്ചിരിക്കുക. അടുത്ത ദിവസം നമുക്ക് ചട്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പല മാർഗ്ഗങ്ങൾ കാണിച്ചുവെങ്കിലും ചട്ടിയിൽ അഴുക്കൊന്നുമില്ല. എൻ്റെ കയ്യിൽ കരിയൊന്നും പിടിച്ചിട്ടില്ല. ചട്ടിയെല്ലാം വൃത്തിയായി വന്നിട്ടുണ്ട്. ഈ ചട്ടി നമുക്കിനി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചട്ടിയും ഇതുപോലെ ആ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് അകവും പുറവും എല്ലാം ഒന്ന് തേച്ച് വൃത്തിയാക്കിയെടുക്കാം. ആ എണ്ണ മയത്തോടുകൂടി തന്നെ ചട്ടി വെച്ചിരിക്കുക. ഉടനെ കഴുകരുത്, കുറച്ച് നേരം അതങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചട്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ള പരുവത്തിൽ കിട്ടും കേട്ടോ. എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിന്ന് പല മാർഗ്ഗങ്ങൾ കാണിച്ചു ചട്ടി മയക്കിയെടുക്കാനുള്ള. ഇതെല്ലാം ചെയ്യണമെന്നില്ല, ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അപ്പോഴേക്കും ചട്ടി നമുക്ക് കറി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടി. ഇനി ഇതിനകത്ത് സ്മെല്ലോ ചെവയോ ഒന്നും വരത്തില്ല. ഇനി നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.